എന്താ കഴിച്ചോണ്ടിരിക്കുന്നത്? എന്തത്? ബാക്ക് സ്റ്റേജിൽ വേറെ പണിയൊന്നുമില്ലായിരുന്നു. ഓഹോ, പക്ഷെ അടിപൊളി. എന്താ? ബജ്ജി, സമൂസ. സമൂസ ബജ്ജി. ഇതിന്റെ കൂട്ടെന്താ? ഇതിന്റെ കൂട്ട് ഫോർച്യൂൺ സൺഫ്ലവർ ഓയിൽ. ഓഹോ, സോ യമ്മി. ഇതിന്റെ 8ാമത്തെ പീസ. ഐഫയുടെ കൂട്ടെന്താണ്? ഐഫയുടെ കൂട്ട് നമ്മുടെ പ്രേക്ഷകർ തന്നെയാണ്. യു നോ വൈ? ബിക്കോസ് പ്രേക്ഷകരാണ് ഇത്രയും നേരം നമ്മൾ കണ്ട എല്ലാ അവാർഡും അവരുടെയൊക്കെ വിന്നേഴ്സിന്റെ പുറകിലുള്ള വോട്ടിംഗ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയുണ്ട് നമ്മുടെ സമോസ? ഒന്ന് കഴിച്ച്. ഈ സമോസ സ്പോഞ്ച് പോലെയാണ്. ഒന്നും കൂടി പറഞ്ഞേ. ഒരിടത്ത് ചാരം ഒരിടത്ത് പുക. എന്താണ് ആരും ഒന്നും പ്രതികരിക്കാത്തത്? ഇത് മറ്റേ ശ്വാസകോശം. കറക്റ്റ്. അതെ, ഏതൊരു മലയാള സിനിമയാണെങ്കിലും ആദ്യം വരുന്നത് ഈ ഒരു അഡ്വർടൈസ്മെന്റ്. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശം പിഴിഞ്ഞെടുത്താൽ ദാ ഇത്രയും വരും. അത് മതി അയാളെ രോഗിയാക്കാൻ. ഒരു വലിയ രോഗി. ഗോപൻ ചേട്ടാ, യെസ്, ശരിക്കും വേറെ ആഡ് ഒന്നും ചെയ്തിട്ടില്ലേ? ഓൺലി ദിസ് ആഡ്, നോ അതർ ആഡ്. ഈ അടുത്തൊരു കമ്പിയുടെ പരസ്യം ചെയ്തു, പക്ഷേ ഈ ഡയലോഗ് ഇടയിൽ കയറി വന്നു. വിച്ച് കമ്പി? PMP കമ്പികൾ സ്പോഞ്ച് പോലെയാണ്. അയ്യോ, ഇത് പറഞ്ഞതും അതിന്റെ സ്പോൺസറിന്റെ തലക്കിട്ടടിച്ചു. അപ്പോൾ മനസ്സിലായി കമ്പി സ്പോഞ്ച് പോലെയല്ലെന്ന്. ഒരിടത്ത് ചാരം ഒരിടത്ത് ചോര ഒരിടത്ത് തലോട്ടി. ഇതിനെ നമ്മൾ പ്രതികരിക്കണം. അങ്ങനെ വിട്ടാ പറ്റില്ല. സോ ഡെഫിനറ്റ്ലി നല്ലൊരു വില്ലനെ തന്നെ വേണം. യു നോ വാട്ട്, എന്റെ ഫേവറേറ്റ് വില്ലൻ ആരാന്നറിയോ? അമരീഷ് പുരി. അപ്പൊ അമരീഷ് പുരിക്ക് ഒരു ഡെഡിക്കേഷൻ ആണ്. കാലാപാനി എന്ന് പറയുന്ന ചിത്രത്തിൽ ലാലേട്ടന്റെ വില്ലനായിട്ട് വന്നു മിർസ ഖാൻ എന്ന കഥാപാത്രം. ദ ഡെഡിക്കേഷൻ ടു അമരീഷ് പുരി. मेरा नाम है मिर्जा खान. अरे गोवर्धन, मेरे जूते को साफ करो. नॉट विथ योर हैंड्स, विथ योर टंग. कोई दूसरों को मदद करना चाहते हैं तो उसको यही हसान होगा. मोगैम्बो खुश हुआ. താങ്ക് യു. അപ്പോൾ വില്ലന്റെ കാറ്റഗറിയിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഫോർച്യൂൺ സൺഫ്ലവർ ഓയിൽ ഐഫ ഉത്സവം co-presented by Hero Maestro Edge, powered by Renault. ഇനി അടുത്ത കാറ്റഗറിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. നെഗറ്റീവ് റോൾ. Best negative role, male. The nominees are ഈ അവാർഡ് നൽകുന്നതിന് വേണ്ടി വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു ശങ്കർ രാമകൃഷ്ണൻ ആൻഡ് ഇനിയ. മോസ്റ്റ് വെൽക്കം ടു സ്റ്റേജ്. అందరికీ నమస్కార, వెరీ గుడ్ ఈవినింగ్ అండ్ എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും വണക്കം. The Fortune Sunflower Oil IFA award for the performance in a negative role in Malayalam goes to Sampath for Aadu Puliyattam. അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല, അതുകൊണ്ട് ശങ്കർ രാമകൃഷ്ണൻ തന്നെ അദ്ദേഹത്തിന് കൊണ്ടുപോയി നൽകണം. അദ്ദേഹത്തിനെ കുറിച്ച് ഒരു പഴഞ്ചൊല്ലുണ്ട് നമ്മുടെ നാട്ടില്. സമ്പത്ത് കാലത്ത് തൈബത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം. അപ്പൊ സമ്പത്ത് കാലത്ത് റബ്ബർ തൈ വെച്ചാലോ? ആപത്ത് കാലത്ത് വലിച്ചോണ്ടിരിക്കാം. അടുത്ത കാറ്റഗറിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. കോമിക് റോൾ. Best comic role. The nominees are ജിപ്സി, ക്രിസ്പി, Shobhan Shire, ക്രിപ്സി അല്ല ക്രിസ്പി, Mahesh ക്രിസ്പി. Pratikar, ഓക്കെ പോയിന്റിലോട്ട് വരാം. ഏതെങ്കിലും ഒരു ബംഗ്ലാവിന്റെയോ പാഷാണം ഷാജി, അപ്പസ്വാമിമാര് പറയും ആടുപുലിയാട്ടം, മണ്ണാന്ന്. ഈ പ്രേതങ്ങൾ എന്താ ചെറിയ വീട്ടിൽ കിടക്കൂലേ? Shobhan Shire, Charlie, വെള്ളം എടുത്തേ. Dharmajan Bolgati, Kattapanayil Hrithik Roshan, സുഹാസുന, Sharafuddin, Preetham, സുഹാനിസി ആണെങ്കിലും പതിനിസി ആണെങ്കിലും സുഹാസിനിയുടെ നല്ല കട്ടുണ്ട് കേട്ടോ. അല്ലേടാ? ഈ അവാർഡ് നൽകുന്നത് ഒരു ദൈവം തന്നെയാണ്. ഗോഡ് ഓഫ് മ്യൂസിക്, ദ മ്യൂസിക്കൽ മാസ്ട്രോ, ദ കിങ് ഓഫ് മ്യൂസിക്. ദൈവത്തിന്റെ ഒപ്പ് അദ്ദേഹത്തിന്റെ കൈകളിലുണ്ട്. ആരാണ്? I'm so excited because ഞാൻ AR റഹ്മാൻ സാറിന്റെ ഒരു വലിയൊരു, ഞാൻ മാത്രമല്ല വേഗം വിളിക്കരുത്, എനിക്കൊരു ടെൻഷൻ. ഞാൻ ചിലപ്പോൾ റഹ്മാൻ സാർ അദ്ദേഹത്തിനോടൊപ്പം മലയാള സിനിമയിലെ ഹിറ്റ് സംവിധായകനായ നാദിർ ഷാ ആൻഡ് സ്ക്രിപ്റ്റ് റൈറ്റർ ബിബിൻ ജോർജ്.
പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഇത് സ്വപ്നമോ യാഥാർത്ഥ്യമോ എന്നറിയാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ എൻ്റേത്. ബിബിൻ്റേതും അങ്ങനെ തന്നെയാണ്. കാരണം സ്വപ്നത്തിൽ പോലും കാണാത്ത ഒരു ഭാഗ്യം ഈ വേദിയിൽ വന്നുകൊണ്ട് ഐഫ അവാർഡ്സിൽ ഒരുപാട് നന്ദിയുണ്ട്. അതിന് ഞാൻ ഈ അവസരത്തിൽ പറയുന്നു അൽഹംദുലില്ലാ, ദൈവത്തിന് നന്ദി എന്ന് പറയുന്നു. ഒപ്പം ഈ അവാർഡ് പ്രഖ്യാപിക്കുന്നു. സൺഫ്ലവർ ഓയിൽ ഐഫ ഉത്സവം അവാർഡ് കോമിക് റോൾ മലയാളം goes to Mr. Soubin Shahir for Charlie. കുറച്ച് സംസാരിക്കും. സർ, ഞങ്ങളുടെ മലയാളി പ്രേക്ഷകർക്ക് വേണ്ടി ഒരു മെസ്സേജ് എന്തെങ്കിലും പ്ലീസ്. No, I think comedy plays such an important role in our lives. I think we forget everything and they are such gifted people. So God bless you. നാദർശിക 2 ഹിറ്റ് കോമഡി പടം ഇപ്പോൾ ഉണ്ട്. 2 വാക്ക് നാദർശികയും പറയുന്നു. ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റായിട്ട് തുടങ്ങി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവാർഡ് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറുന്നത്. അമർ അക്ബർ അന്തോണി എന്ന് പറയുന്ന സിനിമയും കട്ടപ്പനയിലെ ഋതിക് റോഷൻ, ഈ 2 സിനിമയും സംവിധാനം ചെയ്ത 2 സിനിമകളും നിങ്ങളുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് അത് 100 ദിവസം ആഘോഷിക്കാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടായത്. ഒരുപാട് നന്ദി പ്രേക്ഷകർക്കും പടച്ചോനും. ബിബിൻ ജോർജും 2 വാക്കൊന്ന് പറഞ്ഞു. കഴിഞ്ഞ കൊല്ലം ഐഫ അവാർഡിന്റെ കോമ്പയറിങ് എഴുതാൻ വന്ന ആളാണ് ഞാൻ. ഈ പ്രാവശ്യം റഹ്മാൻ സാറിൻ്റെ കൂടെ നിൽക്കുന്നു. സാറെ കാല് വീഴ, അത്രയ്ക്ക് വലിയ ലെജൻഡാണ് ഈ നിൽക്കുന്നത്. നമ്മുടെ മലയാളികളെങ്കിലും കൈയടിക്കൂ പ്ലീസ്. താങ്ക് യു സർ. സൗബിൻ 2 വാക്ക് പറഞ്ഞിട്ട് പോകുമ്പോൾ ഭയങ്കര വലിയ സന്തോഷമുണ്ട്. ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടം വരെ റഹ്മാൻ സാറിൻ്റെ റഹ്മാനിക്ക എന്ന് വേണമെങ്കിൽ പറയാം. അവിടുന്ന് ഈ അവാർഡ് മേടിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ സന്തോഷം. അതുകൂടാണ്ട് എനിക്ക് ഒരു കാര്യം ഇപ്പോൾ ഇവിടെ വന്നിട്ട് മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അവാർഡ് അല്ലെങ്കിൽ കോമഡി അവാർഡ് നമുക്ക് കിട്ടുന്നതിനെക്കാട്ടി ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ഈ അവാർഡ് മേടിക്കാൻ വേണ്ടി ഇവിടം വരെ എത്താമെന്ന് പറയുന്നത്. ആ ഒരു ബുദ്ധിമുട്ട് അറിയിക്കുന്നുണ്ട്. പക്ഷെ വളരെയധികം സന്തോഷമുണ്ട് റഹ്മാനിക്ക നേരിട്ട് കാണാൻ പറ്റിയത് കൊണ്ടും. അത്ര ബുദ്ധിമുട്ടില്ല ശരിക്കും പറഞ്ഞാൽ അഭിനയിക്കാനായിട്ട്. ആക്ച്വലി ഒരു കാര്യമുണ്ട് കേട്ടോ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. പുതിയ തരികട പരിപാടിയായിട്ട് വരുന്നുണ്ട്. ആണോ? എനിക്ക് മനസ്സിലായി. എല്ലാവരും പുറത്താക്കിയിട്ട് എന്നെ മാത്രം നിർത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ഉണ്ടെന്ന്. ഇതെന്താണെന്നറിയോ പ്രേക്ഷകരെ? ഇതാണ് ലവ് മീറ്റർ. നമുക്ക് തോന്നും കോമഡി റോൾ ചെയ്യുന്നവർക്ക് പ്രണയിക്കാൻ പറ്റില്ല എന്ന്. ഇല്ല, ഒരിക്കലും ഇല്ല. പ്രണയിക്കാൻ പറ്റും. സബിന് എന്നോടുള്ള പ്രണയത്തിന്റെ ആ ഒരു മെഷർമെന്റ് ആണ് ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അവാർഡ് എനിക്ക് തന്നു. അത് വേണമെന്നില്ല, അല്ലാതെ പറയില്ല. ഇല്ല, ഒന്ന് ഇങ്ങനെ പിടിക്കൂ. ഇല്ല, നീ പിടിക്കൂ. നിങ്ങളുടെ ശരീരത്തിന്റെ ചൂട് കാരണം ഇതിങ്ങനെ പൊങ്ങി വരും. ഓക്കെ? അയ്യോ, ഭയങ്കര പ്രണയമുണ്ട്. എന്നെ ഇത്രയും പ്രണയിക്കുന്നതിന് താങ്ക് യു സോ മച്ച്. വേറെ തോന്നിയതെല്ലാം ഒരിക്കലില്ല. വെറുതെ തോന്നിയല്ല. ഞാൻ വേണേൽ പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് താഴ്പടേ, എനിക്കൊന്ന് ചെക്ക് ചെയ്യണം. എനിക്ക് തോന്നിയതല്ലേ, സത്യമാണ്. അപ്പം എനിക്ക് ഒരാളുടെ അടുത്തും കൂടി ചെക്ക് ചെയ്യാനുണ്ട്. ഇവിടെ നല്ല കാണാൻ കൊള്ളാവുന്ന ചുള്ളൻ ചെക്കന്മാരുണ്ട്. ആരാണ് അവരൊക്കെ? ഡെയിലി നമ്മൾ കാണുന്നതാണ്. ഐ ആം ഫ്രം കേരള. അപ്പം ഐ ഓൾവേസ് ഹാവ് ആക്സസ് ടു കേരള ബോയ്സ്. അപ്പം ഇനി ഈ സൈഡിൽ ആക്ച്വലി കൊട്ടാരക്കര സർ, രവി സർ, പ്ലീസ് സർ. എനിക്ക് ആദ്യം ഈ രവി, പിന്നെ ആ രവി, എല്ലാ രവി. ഓക്കെ, യെസ് സർ. ബിക്കോസ് പ്രണയത്തിന് ഏജ് ഇല്ല. യുനോ, പ്രണയം ഏത് പ്രായത്തിലും യു ക്യാൻ ഫോൾ ഇൻ ലവ്. സോ ഇതിന് കള്ളത്തരമില്ല. ഇഫ് യു ലവ് മീ ഇറ്റ് വിൽ കം അപ്പ്. ഇഫ് യു ഡോണ്ട് ഇറ്റ് വിൽ പ്രോബ്ലി ഗോ ഡൗൺ. സർ ഇറുക്കി പിടിച്ചോളൂ, ഒന്നും ആലോചിക്കണ്ട, പ്രാർത്ഥിച്ചിട്ട്. ശിവനെ. Did you see this? ഇതെന്താ ഇത് പുകയൊക്കെ വരുന്നു. ഞാൻ ഇവളോ പാക്കവേ ഇല്ലേ, பயந்து போயிட்டே. ப்ளீஸ் அந்த ஏரியாவுக்கே போக மாட்டேன்.
சென்னை செந்தமிழ் மறந்தேன் உன்னாலே இது கொடுக்கறதுக்கு முன்னாடி ஒரு ஷேக் ஹேண்ட் குடிக்கிறதுக்கல்ல கொடுக்கறதுக்கு முன்னாடி ஒரு கை கொடுக்கலாமா? அக்கா மம்மி ஒன்ஸ் ஹக் பண்ணிருக்காமா? வைஃப் இருக்கா? மன்னிச்சிடுங்கோ. பிரதர்லி ஹக் நான் கொடுக்குறேன். பிரதர் ஓ பிரதர், யூ ஆர் மை பிரதர். அண்ணா அண்ணனுக்கு எப்படி? சாரி அண்ணா, நீங்க போய் உட்காரலாம். தேங்க்யூ அண்ணா. சாக்கோச்சனுக்கு அவங்களுடைய வைஃப் கிட்ட பிரணயம் இருக்குதா? அது செக் பண்ணலாம். ஏனா அண்ணா ஐயோ തിളക്കിത് சும்மா அதிர்ந்து ഓവർഫ്ലോ ആവുത്. അപ്പൊ എന്തായാലും ഈ ലവ് മീറ്റർ ഹിറ്റ് ആണ്. എല്ലാവരും നല്ലൊരു കൈ